നേരത്തെ മഴ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 10 മണിയായിട്ടുണ്ട്. ഒരെണ്ണം കയറിപ്പോയി, ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ കിടക്കുന്നുണ്ട് കയറിപ്പോയി. ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ടോ മരത്തിൽ? കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നേരത്തെ മഴ ഒന്ന് നിന്നേക്കായിരുന്നു. ഇപ്പോൾ രണ്ടാമതും മഴ തുടങ്ങിയില്ല കേട്ടോ. ചെറിയ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ വേറൊരു സൈഡാട്ടോ. നല്ല നല്ല പെരുത്തൊരു മഴ പെയ്തുകൊണ്ടിരിക്കും. ചിമ്പു നമ്മുടെ ചെടികളുടെ ഇലയുടെ കളറുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ വെള്ളപ്പൂ ഉണ്ടാവുന്നത് നമ്മുടെ അവിടെ ബാക്കിൽ നിൽക്കണില്ലേ, ഇത് ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതും അതൊക്കെ ഒപ്പം നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ ഇവിടെ വെയിൽ കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ വലുതാവേണ്ടത് നിൽക്കണേ. കണ്ട Spain.
മഴയത്ത് ഇടിവെട്ടിന് പേടിച്ചാ. കാണുന്നില്ലല്ലോ ചിമ്പൂട്ടാ. ചിമ്പൂടില്ലല്ലോ. ചിമ്പോ 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 പോയി ചേർക്കേ. നമ്മുടെ ചിമ്പൂട്ടനെ ഇവിടെ കാണാനില്ല കേട്ടോ. കാരണം ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയും ഭയങ്കര ഇടിവെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ നേരം കേട്ടോ. രാവിലെ ഞാനിവിടെ നമ്മുടെ ചിമ്പുവിനെ ഞാനവിടെ മുകളിൽ നിന്നിട്ട് കുറേ നേരം വിളിച്ചു. പക്ഷേ ചിമ്പുവിനെ കണ്ടില്ല. സാധാരണ മുകളിൽ ബാൽക്കണിയിലാണ് അവന് കിടക്കാറുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി ഫോണിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എമർജൻസി അലർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അതേപോലെ മഴയും ഭയങ്കര ഇടിവെട്ടായിരുന്നു. രാത്രിയൊക്കെ ഞാനായിട്ട് അവനെ അവിടെ പോയി നോക്കി. പക്ഷെ അവിടെയും കണ്ടില്ല. പിന്നെ അവനോട് കോഴിക്കോടിൻ്റെ അവിടെ ഒരു ഉള്ളിലൊരു മഴ കൊള്ളാത്ത സ്ഥലമുണ്ട്. അവിടെയാണ് കിടക്കാറുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും കാണാനില്ല. ഞാൻ വിചാരിച്ചു ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലുണ്ടാവും വിചാരിച്ചു. പക്ഷേ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലും കണ്ടില്ല. എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ആൾ വരുന്നതാണ്. എവിടെയെങ്കിലും ചിലപ്പോൾ പങ്ങിയിരിക്കുന്നുണ്ടാവുമായിരിക്കും. കാരണം ഭയങ്കര ശക്തിയായിട്ടുള്ള ഇടിവെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ ആസ്മോട്ടിനെയും നോക്കാം. പിന്നെ അവിടെ പച്ചക്കറികളൊക്കെ കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് നേരത്തെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചിമ്പുനെ കാണാൻ തന്നെ കുറച്ച് വിഷമമുണ്ട്. പക്ഷെ അവനെങ്ങും പോകില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ എവിടെയെങ്കിലും വരുമായിരിക്കും. നമ്മുടെ ഗ്രീൻ ഹൗസിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഫസ്റ്റ് ഇവിടെ നിന്ന് പറിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോട്ടത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പച്ചക്കറികളൊക്കെ പറിച്ചിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ തന്നെ ഒരു വിഷമമാണ്. അല്ലെങ്കിൽ രാവിലെ ഞാൻ അവിടെ നിന്നിട്ട് വിളിക്കുമ്പോൾ ഓടി വരുന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എവിടെയെന്ന് പറഞ്ഞൂടാ. അപ്പോൾ പോൾസേട്ടൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞേ. ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ അവന് മഴയൊന്നും കൊള്ളാണ്ടിരിക്കാമല്ലോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവും ചേർക്കൻ. അവിടെ പോയി. അതാ നോക്കിക്കേ, ഈ വർഷം നമുക്ക് കണിവെള്ളരിക്ക അതാ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പാകമായിട്ട് കിട്ടും. ഇവിടെയൊക്കെ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഓരോന്നോടെയും മുക്കാറായിട്ടുണ്ട്. ചെറുതാ കുറേ പൂവിടുന്നുണ്ട്. എന്തോരം പൂവിടുന്നു. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് വേറൊരു ഫ്രൂട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാം. കുറേ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നറിയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു വരുമ്പോഴേ നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഇത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണവിടെ പഴുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് പൊട്ടൽ വീണിട്ടുണ്ട്. കാണിക്കട്ടെ അത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല പഴുത്ത മണമുണ്ട്. ഇന്നലെ ഞാനും പോലെ തന്നെ പോയിട്ട് വൈകിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴുത്ത മണം കേൾക്കുന്നുണ്ടല്ലോ, ഫ്രൂട്ട്സുകളൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. പോൾസേട്ടൻ പറഞ്ഞേ ഞാൻ ഇന്നലെ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നലെ നോക്കി കഴിയുമ്പോൾ ഒന്നും അങ്ങനെ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നതാ ഒരാളവിടെ പൊട്ടിയിട്ട് ഇനി അത് പറിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാശമാവും. അത് ഞാൻ പറിച്ചെടുക്കട്ടേട്ടാ. ആദ്യമായിട്ടുണ്ടായിരുന്ന സാധനം കാണിക്കാം. മരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പഴുത്ത് കഴിഞ്ഞ പഴം.
ഇത് എന്ത് പഴമാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കാൻഡിലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, മലയാളത്തിൽ അതിന് എന്താ പറയുന്നത്, എന്തോ എന്തോ ഹമാമെന്ന എന്തോ ഒരു പേര് പറയും. അത് അത് നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് നട്ടത്. കാരണം നമ്മൾ ഈ പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ വിത്തുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഹണി ഡ്യൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിന് ഇങ്ങനെ ഇത് ഉണ്ടായി വരുന്ന സമയത്ത് ഇതുമ്പോൾ ഇങ്ങനെ ഓരോ മാർക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു, ഹണി ഡ്യൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഹണി ഡ്യൂ എന്ന് വിചാരിച്ചു. ഇത് വലുതായി വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നണോ ഇത് വേറൊരു ഫ്രൂട്ടിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ തന്നെ ഇത്രയ്ക്ക് അടിയിൽ കിടക്കുന്നതിന് അത്രയ്ക്ക് അടിയിലേക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ പാവലത്തിൻ്റെയും കുറേ പൂവിട്ടിട്ടുണ്ട്. പാവലത്തിൻ്റെ പൂവിനായിരുന്നാലും നല്ല മണമുണ്ട്. പക്ഷെ നല്ല പഴുത്ത പഴത്തിൻ്റെ മണം. കാരണം ഗ്രീൻ ഹൗസിൻ്റെ ഡോർ നമ്മൾ അടച്ചിട്ടേക്കാണ്, തുറക്കുമ്പോൾ കിടക്കുമ്പോൾ നല്ല മണമായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയപ്പോഴാണ് അതുമ്പോൾ നിറച്ചിങ്ങനെ വിള്ളലൊക്കെ വീണിട്ടുണ്ട്. നമുക്ക് തന്നെ കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതുമ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളെ ഈ വർഷം ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഞാനിത് നിങ്ങളെ സർപ്രൈസ് ആക്കിയിട്ട് വെച്ചേക്കായിരുന്നു. കാരണം ഇതെല്ലാം വേണ്ടിയിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പറിക്കാനായിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഇനിയിപ്പോൾ അടുത്ത ഒരു ട്രിപ്പ് ഒരു കുറച്ചധികം ഒരുമിച്ച് പഴുത്ത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് വരും. നല്ല ഭംഗി അതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചാറ് വീഴുന്നുണ്ട്. കാണാൻ പറ്റില്ലേ? സൂപ്പർ. സാധാരണ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചില സമയത്ത് ഇതിന് നല്ല മധുരം ഉണ്ടാവും, ചില സമയത്ത് അതിന് മധുരം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ചാറ് തൊട്ടപ്പോൾ തന്നെ എന്ത് മധുരം. കാരണം ഇത് മഴവെള്ളമൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളണില്ലല്ലോ. ഫ്രൂട്ട്സുകളുടെ എനിക്ക് അവിടെ കൂടുതൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണയായിട്ട് കാര്യം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് സാധാരണ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ മധുരം പോകാറുണ്ട്. പക്ഷേ ഇത് ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫ്രൂട്ട്സ് നനയണമെന്നില്ല. നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. നല്ല മണമുണ്ട്, പറയാൻ വാക്കുകളില്ല കേട്ടോ. നല്ല മധുരം. അത് ഞാൻ ഇതുമ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ, അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. പറിച്ച വഴിക്കാൻ ചൂടാറിനതിന് മുമ്പ് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ട് അടുത്ത വർഷം നടക്കുന്നുണ്ട് നമ്മൾ. ഇത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. കഴിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായി കാണുന്നത്. കഴിക്കട്ടെ കേട്ടോ. മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മധുരം. അതേപോലെ തന്നെ ആ ടെക്സ്ചറൊക്കെ വരുന്നുണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്ന ടെക്സ്ചർ. ചിലപ്പോൾ നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ആ ടെക്സ്ചറിനെ. പിന്നെ ഇത് നല്ല ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുത്തേക്കുന്നുണ്ടോ, കൂടുതലൊന്നും ഞാൻ പറയണില്ല. അത്രയ്ക്കും മധുരം ഉണ്ട് ഇതിന്. ഇത്രയ്ക്ക് ടേസ്റ്റുള്ള ക്യാൻഡിലൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം എല്ലാം കൂടിയിട്ട് ഇടുമ്പോഴും 10 ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും കണ്ടമാനം പൂവൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ ആ പൂവ് ഉണ്ടായതൊന്നും നമുക്ക് ഇനി ഉണ്ടായി കിട്ടില്ല. പക്ഷെ ഇത് ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടില്ല. എന്നാലും ഒരു തണുപ്പ് തുടങ്ങുമ്പോഴേക്കും പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ഒന്ന് അങ്ങോട്ട് നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ കണ്ടമാനം ഈ വണ്ടുകളും ഈ പ്രാണികളൊക്കെ കിടന്നിട്ട് പൂവുണ്ടല്ലോ, കണ്ടമാനം പൂവുണ്ടായതുണ്ട്. ഒന്നും തുറക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തിടാം. എന്താ ഇതിൻ്റെ വലുപ്പം അതിനകത്ത് ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതിനൊക്കെ വിള്ളൽ വീണിട്ടുണ്ട്. ഇതവിടേക്ക് ഇങ്ങനെ വിള്ളൽ വീണിട്ടുണ്ട് കണ്ട, പൊട്ടൽ പോലെ ഇങ്ങനെ വന്നിട്ട്. പക്ഷെ ഉള്ളിലേക്ക് ഇപ്പം കണ്ടത് നന്നായി. പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മഴയിൽ മൊത്തം പോയേരാ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആകെ വെള്ളം കയറിയാണ്. കാരണം ഇത് ആകെ പൊട്ടൽ വീണ്ടും എടുക്കാം.
അതൊക്കെ ഞാൻ പുറത്തേക്ക് വന്നു. ഇരുന്ന് എൻ്റെ കാല് കഴിഞ്ഞിട്ട് എനിക്കുള്ളത് ആകെ കൂടി ഒറ്റ കടയുള്ളൂ കേട്ടോ. ഒറ്റ കടയിൽ നിന്നാണ് ഇത് പടർന്ന് ഇതേപോലെ വന്നിട്ടുണ്ട്. ആഹാ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോരും ചെയ്താ. ഇതിന്റെ വലുപ്പം അതിനകത്ത് ക്യാമറയിൽ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതിനൊക്കെ വിള്ളല് വീണിട്ടുണ്ട. അവിടേക്ക് ഇങ്ങനെ വിള്ളല് വീണിട്ടുണ്ട് കണ്ട, പൊട്ടല് വലങ്ങി വന്നിട്ട്. പക്ഷെ ഇത് നമ്മുടെ കാന്താരി മുളക് കേട്ടോ. അതുമേ നമ്മളെപ്പോഴും പറിക്കാറുണ്ട്. ഇപ്പം കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ചിമ്പു വന്നിട്ടില്ല കേട്ടാ. സാധാരണ രാവിലെ ഇവിടെ നിന്ന് എങ്ങോ ഒരു വഴിക്കും പോകാറില്ല. ഇന്നലത്തെ ആ ഇടിവെട്ടിൻ്റെ അതുകൊണ്ട് പേടിച്ച് എവിടേക്കും പോയോ എന്നൊന്നും അറിയില്ല. വരായിരിക്കും. അല്ലെങ്കിൽ രാവിലെ എപ്പോഴും ഇവിടെ വരുന്നതാ. അവിടെ പോയോ ഇന്നലെ? അപ്പോൾ രാത്രി ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഇടിവെട്ടൊക്കെ ഉണ്ടായി. അപ്പോഴേക്കും ഞാൻ വേഗം ഓടിച്ചത് മുകളിൽ ബാൽക്കണിയിൽ നോക്കി ആളിനെ. പക്ഷെ അവനെ അവിടെ ഞാൻ ഉറങ്ങാൻ പോണേലും മുമ്പ് നോക്കിയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോണേലും മുമ്പ് അവനെന്നെ വിളിച്ചു. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എപ്പോഴും അവിടെ കിടക്കാറില്ല. ചില ദിവസങ്ങളിൽ അവിടെ ഒന്ന് കിടക്കുള്ളൂ. ചില ദിവസങ്ങളിൽ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അവിടെ മുകളിൽ മഴമുള്ളാത്തൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ആദ്യം കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അവനങ്ങനെ അവിടെ വന്നിട്ട് കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോണ സമയത്ത് അവനെ കണ്ടില്ല. ഞാൻ പഴുത്തത് പറിച്ചെടുക്കലുണ്ട്. ചെറുക്കനെ കാണാത്ത തന്നെ ഒരു വിഷമം. ഈ കാലത്ത് അവനെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. എങ്ങും പോയില്ല, അവനിവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പഴുത്തത് മാത്രം പറിച്ചെടുക്കണം. ചിമ്പോ ഇത് നമ്മുടെ ഈ കണിവെള്ളരിക്ക ഞാൻ അതൊരെണ്ണം നമുക്ക് ഗ്രീൻ ഹൗസിൽ നിന്ന് കിട്ടിയതാട്ടാ. ഇങ്ങനത്തെ കളർ അത്രയ്ക്കാണ്ട് കാണില്ല. നല്ല മഞ്ഞ കളറാണ്. ഞാൻ അകത്തോട്ടായിട്ട് കാണിക്കാം. ബാക്കിയുള്ളതൊന്നും പഴുത്തിട്ടില്ല. അതും കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പാവിയതല്ല. എന്നിട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ വിത്ത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതും ഒരു തൈയാണ് നമുക്ക് മുളച്ചിട്ടുള്ളൂ. ഒരു തൈമേന്ന് കുറേ ഉണ്ടായിട്ടുണ്ട്. എന്തോരം പൂവിട്ടേക്കണമെന്ന് നിറച്ചും പൂവിട്ടിട്ടുണ്ട്. കുറേ ഉണ്ടായി വരുന്നുള്ളൂ. ഇപ്പോഴേ ഉണ്ടായി തുടങ്ങിയത്. ഇതങ്ങോട്ട് ആദ്യം പറഞ്ഞ ഉണ്ടായതാണ് പഴുത്തത്. പറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ കറക്കി പറിച്ചുകൊണ്ട് പോകാറുണ്ട്. പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പാടൂല. ഞാൻ അത്രയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ മഴ അങ്ങനത്തെ ഒരു മഴ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ ഇടിവെട്ടും മഴ എന്തൊരു മഴയായിരുന്നു. എനിക്കാകുമ്പോൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. അതിങ്ങനെ ഫോണിൽ ചെയ്താൽ ഇങ്ങനെ അലർട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചിമ്പൂനെ കണ്ട നീയേ? അവൾ ഒരു മൈൻഡില്ലല്ലോ.
ചിമ്പൂട്ടാ ഫ്രണ്ടിൽ നിന്ന് ഓടി വന്ന് എവിടെ പോയിരുന്നേ മോനെ? കൊച്ചി എവിടെ പോയിരുന്നേ? കൊച്ചിന് കാണാണ്ടോ എത്ര വിഷമിച്ചു നമ്മള്? കൊച്ചി എവിടെ പോയിരുന്നേ? വഴി തെറ്റിപ്പോയ മോനെ? ഇടിവെട്ട് കേട്ടിട്ട് നമ്മുടെ ചിമ്പൂട്ടൻ വന്നിട്ടാ. കുട്ടാപ്പി എവിടെ പോയിരുന്നേ? അപ്പോ ഫ്രണ്ടിൽ നിന്ന് ഓടി വരുന്നത് കണ്ട് എവിടെയാ പോയിരിക്കുന്നു. നോക്കട്ടെ മേല് നനഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. കൊച്ചിൻ്റെ മേലൊന്നും നനഞ്ഞിട്ടില്ലല്ലോ. എവിടെയാ നീ മഴ കൊള്ളാണ്ട് പോയിരുന്നേട്ടോ കുട്ടാ? എവിടെ പോയിരുന്നേ മോൻ? എവിടെ പോയിരുന്നേ? എവിടെ പോയിരുന്നേ? അങ്ങനെ നമ്മുടെ ചിമ്പൂട്ടൻ വന്നിട്ടാ. മേല് നനഞ്ഞിട്ടൊന്നുമില്ല. എവിടെയോ മഴ കൊള്ളാണ്ട് ഇരിക്കുകയായിരുന്നോ? എനിക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിലാ എവിടെയും കണ്ടായിരുന്നു തോന്നുന്നു. എവിടെന്ന് പറഞ്ഞൂടാ. ഫ്രണ്ടിൽ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. ഉറങ്ങി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ച് കഴിയുമ്പോൾ സൗണ്ട് കേട്ടിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. എവിടെ പോയി? എൻ്റെ അടുത്ത് എന്താ നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ നമ്മുടെ അടുത്ത് നമ്മൾ മാറില്ല. ഇന്നലെ രാത്രി 20 സത്യം പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അത് ഞാൻ ഓടിപ്പോയിട്ട് അവനെ പോയി നോക്കിയത്. അവനവിടെ മഴയൊന്നും കൊണ്ടാണ്ട് സുഖമായിട്ട് കിടക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവനെ അവിടെ കിടത്തിയത്. കാണിക്കാതെ ആസ്മിൻ ചിമ്പൂൻ്റെ മേത്തുനിന്ന് വെള്ളമൊക്കെ തുടച്ചോടങ്ങ് നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തല്ലുപിടിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ആസ്മിനും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് കിടക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആസ്മിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും പേടിയായി. ഇടിവെട്ടും ഭയങ്കര പേടിയായി. ഇന്നലെ വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ ഒരു 2 ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇടുന്ന പോലത്തെ ഇങ്ങനെ ബോക്സ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു അവൻ അതിലും പേടിയാ. ചിമ്പു കൊണ്ട് താഴത്തേക്ക് ഇറങ്ങിക്കേ. നമ്മുടെ ആസ്മിട്ട് എന്താ ക്ലീനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ സമയം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ മഴയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇന്നിപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ചിമ്പൂട്ടനെ അവിടെ ഉണ്ട്. അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ആസ്മിൻ വന്ന് ഇപ്പം കിളികളൊക്കെ പറഞ്ഞു. ചിമ്പോ ചിമ്പൂട്ടൻ അനങ്ങാണ്ടിരിക്കില്ല. ചിമ്പു ചെന്നിട്ട് ആസ്പിനെ ചെന്നിട്ട് തോണ്ടാൻ വേണ്ടിയിട്ട് ചെല്ലും. അപ്പുറത്തെ വീട്ടിൽ പുല്ല് വെട്ടണുണ്ട് കേട്ടോ. അതിൻ്റെ ഏട്ടാ സൗണ്ട് കേൾക്കണത്. അങ്ങനെ കളിക്കണ പോലെയാട്ടാ ചെയ്യണത്. രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല രണ്ടുപേരുടെ മേത്ത്. ആസ്പിൻ കഴിയുന്നതും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെന്നിട്ട് വെറുതെ ഇരിക്കുന്ന ആളുടെ മേത്ത് നിന്ന് തോണ്ടുമ്പോൾ ദേഷ്യം വരുന്നു. എല്ലാ കുറുമ്പുകളും ഉണ്ട് ആ ചെറുക്കൻ്റെ ചിമ്പുവിൻ്റെ ആ ചട്ടിക്കുടി. ദൈവമേ, ആ ചട്ടിയിലുള്ള ചിമ്പോ
ചിമ്പൂട്ടിന് ഭയങ്കര കുറുമ്പാ. നമ്മുടെ ഡാലിയ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പൂക്കളൊക്കെ ഇന്നലത്തെ കാറ്റിലൊക്കെ വീണിട്ടുണ്ട് തോന്നുന്നു. അതിലും കുറേ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തും ഭംഗിയാന്ന് നോക്കിയേ. ആ സൂര്യകാന്തി ഉണ്ടല്ലോ, അത് വേറൊരു കളറാണ്. ആരോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളർ സൂര്യകാന്തി കണ്ടിട്ടില്ലാന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അത് അതിൻ്റെ വിത്ത് ഞാൻ അങ്ങനത്തെ ഒരു കളറെന്ന് പറഞ്ഞപ്പോൾ വെറൈറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളത് നട്ടിട്ടുണ്ടായിരുന്നു. അതിന് 2-3 കടയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പൊക്കത്തിൽ പോകുമ്പോഴേ ചിലതൊക്കെ ഇവിടെ ചില സമയത്ത് ഭയങ്കര കാറ്റ് വരില്ല, അപ്പോൾ അതൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സിനിയാണ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഡാലിയ ഉണ്ട്, ഡാലിയൊക്കെ അതിൻ്റെ ഉള്ളിലായിപ്പോയി. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ അത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ ചില അടിയിൽ കിടന്ന കിഴങ്ങുകളൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കടകളെല്ലാം വന്നു, പക്ഷെ എല്ലാവരും അത്രയ്ക്ക് ഉഷർപ്പിൽ വന്നില്ല. തോറും പൂവുണ്ടായിരുന്നു നോക്കി. അയ്യോ, നമ്മളൊരു വൃന്ദാവനം കാണാൻ പോകണ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. അത്രയ്ക്ക് ഭംഗിയാട്ടോ. അവിടെ ഒരു ഡാലി അടിയിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂ നല്ല രസമാണ്. പക്ഷെ അത് ഈ വർഷം ഉണ്ടായി വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗി. അത് കാണുമ്പോൾ ശരിക്കും ഒരു പ്ലാസ്റ്റിക് പൂവിൻ്റെ പോലെ തോന്നാം. നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. ചില സീനിയുടെ പോയി കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗി എന്താ പറയുക, നല്ല തിക്നെസ് ഉണ്ട്. അത് നല്ല തിക്നെസ് ഉള്ളത് അങ്ങോട്ട് അപ്പുറത്തേക്ക് കേട്ടാ. ഇതൊക്കെ വിത്തുകൾ ഞാൻ ഇനിയിപ്പോൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വർഷത്തേക്കും വിത്തുകൾ നടണമല്ലോ. ഇത് ഒന്നും നമ്മൾ കടയിൽ നിന്ന് തൈകൾ വാങ്ങിച്ചുകൊണ്ട് നടന്നല്ലോ. എല്ലാവരും ഞാൻ വിത്ത് പാവി മുളപ്പിച്ചിട്ട് എടുക്കണ്ട. കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത്രയ്ക്കധികം ചെടികളൊക്കെ വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില എടുക്കണം. ഞാനപ്പോൾ എല്ലാ വർഷവും വിത്തുകൾ എടുത്ത് വെച്ചിട്ട് എല്ലാ വർഷവും ഞാൻ വിത്ത് പാവിട്ട് തന്നെ ഞാൻ എല്ലാ ചെടികളും അങ്ങനെ ചെടികളായിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിലങ്ങനെ വയ്ക്കാറില്ല. പക്ഷെ നമ്മൾ തൈയായിട്ട് മുളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഉണ്ടായി പൂ ഉണ്ടായി വരുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു സന്തോഷം കിട്ടുക. ഒരു രക്ഷയില്ലാണ്ട് പൂ ഉണ്ടായി നിൽക്കുന്നത്. പക്ഷേ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, ചില സീനിയൊക്കെ എനിക്ക് ഇതൊക്കെ നോക്കി ഇതിനൊന്നും അധികം ലെയർ ഇല്ലാത്തതായി. അത് കാരണം എനിക്ക് നല്ല ലെയറുള്ളതാണ് ഇഷ്ടം. അവിടെ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കണാക്കി ഒരു പോലെ. ഏണ്ട ബട്ടർഫ്ലൈ കിടന്നിട്ട് പറിക്കുന്നുണ്ട്. എൻ്റെ ഒരു വെള്ളപ്പൂവിൻ്റെ അടുത്ത് ഒരു ചുമന്നത് ഉണ്ടായിട്ട് കണ്ട, അതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ ആ വെള്ളപ്പൂവിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കേണ്ട ഒരു ചുമപ്പ്, അത് കുഞ്ഞൊരു തൈയായിരുന്നു. കാരണം ചില തൈകളൊക്കെ കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. 2-3 ട്രിപ്പായിട്ടാണ് ഞാൻ തൈകൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് തൈകളെ നാട്ടിൽ പോണേലും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബട്ടർഫ്ലൈ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തേനെ കുടിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് അവിടെ. ഡാലികയ്ക്ക് അതെ മുട്ടുണ്ടായി വരുന്നുള്ളൂ കേട്ടോ. കാണുന്നില്ലേ, നിറച്ച് മുട്ടുണ്ടായി വന്നുണ്ട്. ഡാലികയുടെ പൂവൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുള്ളൂ. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഡാലിക കണ്ട, നിറച്ച് എല്ലാத்தைയും മുട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെ പൂ നമുക്ക് വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നണം. അപ്പോഴേക്ക് തണുപ്പ് വരുള്ളൂ. ഈ ചുവന്ന കളർ ഒരു രക്ഷയില്ലാത്ത കളറാട്ടാ. അയ്യോ, അതിനത്രയ്ക്ക് ഭംഗിയിൽ അത് ആ വെള്ളപ്പൂവിൻ്റെ അടുത്ത് ചെന്നിട്ട് നിൽക്കുകയാണ്. എൻ്റെ 2 പേരും ഭംഗി അതുകൊണ്ട് തന്നെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത് വലിയ പൂവാട്ടോ, അതിന് വലിയ പൂ അതേ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം എനിക്ക് ഉണ്ടായത് ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറായിരുന്നു ഇത്. ഇത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് കളറാണ്. ഈ പൂവിൻ്റെ തിക്നെസ് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊക്കെ എന്താ പൂവിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ പോയി വാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് പൂവൊക്കെ ഈ പ്രാവശ്യം ഇരിക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റോസും ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉണ്ട് വേണ്ടത്. ഇതവിടെ അതെ ഒരു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് പോണതുണ്ട്. അതിൻ്റെ വിശേഷം ഞാൻ പറയട്ടെ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്ട് നീങ്ങട്ടെ. അതിൻ്റെ ഉള്ളിൽ നിറച്ച് തേനീച്ച എന്തൊട്ട് സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിറച്ചുണ്ട് അവിടെ ഒരു ഓട്ടീന് അവിടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റല്ലേ, കണ്ടില്ലേ.
എന്നെ കൈമയ്ക്ക് കുത്തി എന്നെ കൊന്നത് ഒരു ദിവസം. അതിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോണില്ല. അയ്യോ, നമ്മുടെ ഈ ചുമന്ന പൂ നോക്കിക്ക്, കഴിഞ്ഞ മഴയിൽ അതിൻ്റെ ഇത് പൂവാക്കി ഇങ്ങനെ വീണിട്ട് നോക്കിക്ക്. എന്ത് രസമല്ല അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, ഭംഗിയെന്ന് വെച്ചാൽ ഒരു അപാര ഭംഗിയത്. നീയ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് നീ പറയുന്നു, മമ്മി ഈ ചെടിയൊക്കെ എന്തോരം വലുതായിരിക്കണേ നീ. പക്ഷെ പിന്നെ അത് നിൽക്കുന്ന അവിടെ മുരിങ്ങയുടെ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു സീനി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് അപ്പുറത്തേക്ക് സൈഡിലേക്ക് ആയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് വന്നേ. അവിടെ ഞാൻ വേറെ നമ്മുടെ പിയോണി നട്ടിട്ടുണ്ട്. പിയോണി നിങ്ങൾ പറഞ്ഞല്ലോ 3 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞില്ലേ പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഈ പൂവുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പൂ, എല്ലാ പൂവും ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കളറ് ഒരു രക്ഷയില്ലാത്ത കളറാണ്. സീനിക്കൊക്കെ നോക്കി ഈ സൈഡിലേക്കൊക്കെ കണ്ട് വീണ് പോയി. അടുത്ത വർഷം ഞാൻ എല്ലാത്തിനും കുറ്റിയൊക്കെ അടിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലോ, അതാന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അറിയില്ല. നോക്കിക്കേ, ഇവിടെയൊക്കെ കളറ് മാറിയിരിക്കണണ്ട. ഇത് പുല്ല് കരിഞ്ഞേക്കുന്നതല്ല കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പല സ്ഥലത്തു നിന്നും വെള്ളം കുത്തി ഒലിച്ച് വന്നു കഴിഞ്ഞിട്ട് അത് ചെളിയായേക്കുന്നത്. അത് ചെളി കണ്ട. ഭയങ്കര മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മഴ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതേപോലെ നമുക്ക് ഫോണിലേക്ക് എപ്പോഴും ഇങ്ങനെ അലർട്ട് അടിച്ചിട്ട് അലാറം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിവിടെ കുറേ സ്ഥലത്ത് നിറച്ചും ചെളി വന്നിട്ടുണ്ട് കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് നീട്ടത് അവിടെ അറ്റത്തുണ്ട് കണ്ട, കളർ മാറിയിരിക്കണണ്ട. മൊത്തം ചെളി, വെള്ളം ആ മാതിരി കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കിളികൾ ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന് നല്ല ഭംഗിയുള്ള കിളികളൊക്കെ ഉണ്ട്, ബ്ലൂ ജെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു. പിന്നെ അതേ അവിടെ നമ്മുടെ പച്ചക്കറി തോട്ടം കേട്ടോ. അതിക്ക് ചെറുതായിട്ട് ഇലകളൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ പറിക്കണം.